ഞങ്ങളുടെ NCPS എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനൊരു മുഖവര എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം കുറേ കാലങ്ങളായിട്ട് വളരെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ശരിക്കും NCP-SP എന്ന് പറയുന്ന ഒരു പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടിയൊന്നുമല്ല കേരളത്തിൽ. കാരണം രജിസ്റ്റേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുള്ള പാർട്ടി ആയിരിക്കണം. തെരഞ്ഞെടുപ്പ് ശരിക്കും രജിസ്റ്റേർഡ് പാർട്ടി എന്ന് പറയും. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സംസാരിച്ചപ്പോൾ അങ്ങനെ പാർട്ടി രജിസ്റ്റേർഡ് അല്ല. NCP എന്ന് പറയുന്ന പാർട്ടി അജിത് പവാറിൻ്റെ പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടിയാണ്. അത് മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ബാക്കിയുള്ളതെല്ലാം അവരവരുടെ നാമത്തിൽ ഓരോരുത്തരും കൊണ്ടു നടക്കുന്നുള്ളതല്ലാതെ തന്നെ വേറെ വലിയ പ്രസക്തിയൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥമായിട്ടുള്ള സത്യം. രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ ഈ ദിവസങ്ങളിലെല്ലാ ദൃശ്യ മാധ്യമങ്ങൾ ശരത് പവാർ NDA ആയിട്ട് സംസാരിക്കുന്നു, കോൺഗ്രസുമായിട്ട് സംസാരിക്കുന്നു, അവർ കോൺഗ്രസിലേക്ക് പോകുന്നു, BJP-യിലേക്ക് പോകുന്നു എന്നുള്ള ന്യൂസുകളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ വിഷയം തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചിരുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു പൂർണ്ണരൂപം, എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. കാരണം ഊഹാപോഹങ്ങളാണ് പല സ്ഥലങ്ങളിലും പല രീതിയിലും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തണമെന്ന് ദേശീയ നേതൃത്വത്തോട് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു മറുപടിയും ആ കാലങ്ങളിൽ കിട്ടിയിട്ടില്ല. അപ്പം പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്? NCPS എന്നുള്ള പേരിൽ നിങ്ങൾ പുതിയ രീതിയിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ ആർക്കും അറിയില്ല. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കണം. അപ്പോൾ അത് ഞങ്ങളുടെ സീനിയർ നേതാവാണ് വർക്കല രവികുമാർ. അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു നേരത്തെ. ഇപ്പം പിന്നെ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു. കേരളത്തിലെ NCP പഴയ സോഷ്യലിസ്റ്റ് കോൺഗ്രസിൻ്റെ ഒരു പിന്മുറക്കാരാണ്. ഞങ്ങളുടെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇടത് മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യം. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അഖിലേന്ത്യാ നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 8 MP-മാരുള്ളതിൽ 5 പേർ BJP-യിൽ പോകണമെന്നും 2 പേർ കോൺഗ്രസിൽ പോകണമെന്നും അങ്ങനെ ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അത് ഞങ്ങളുടെ രാഷ്ട്രീയവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന രാഷ്ട്രീയമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം മതേതര സങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് വിരുദ്ധമായി അഖിലേന്ത്യാ നേതൃത്വം നീങ്ങുന്നത് കൊണ്ട് അഖിലേന്ത്യാ നേതൃത്വവുമായുള്ള ബന്ധം തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഈ വരുന്ന 11-ാം തീയതി എറണാകുളത്ത് ജനറൽ ബോഡി വിളിച്ചിരിക്കുന്നത്. 420 അംഗങ്ങളാണ് ജനറൽ ബോഡിയിലുള്ളത്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതിൽ 350-ൽ പരം ആളുകൾ ഇടതു മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യം വേണം എന്നാഗ്രഹിക്കുന്ന ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ്. ജില്ലാ പ്രസിഡന്റുമാരിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെയാണ്. ഏതാണ്ട് 10 ജില്ലാ പ്രസിഡന്റുമാർ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഞങ്ങളോടൊപ്പമുണ്ട്. നാമനിർദ്ദേശപ്പെട്ട 4 പേരിൽ 2 പേർ ഞങ്ങളോടൊപ്പമുണ്ട്. അപ്പം ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു നിലപാട് അഖിലേന്ത്യാ നേതൃത്വം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ അഖിലേന്ത്യാ നേതൃത്വവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുക എന്നത് അസാധ്യമായി വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ജനറൽ ബോഡി വിളിച്ചിരിക്കുന്നത്. ഇതാണ് രാഷ്ട്രീയം. 1-2 വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ PC ചാക്കോ നടത്തിയ പല മാധ്യമ സംസാരങ്ങളും പല പ്രസ് കോൺഫറൻസുകളും ഇങ്ങനെ വലിയ ഇതൊന്നും നടന്നിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിളർപ്പൊന്നും ഉണ്ടായിട്ടില്ല. കുറേ പേര് മാറി നിൽക്കുന്നു. അപ്പോൾ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഞാനാണ് സംസ്ഥാന പ്രസിഡന്റ്. എൻ്റെ പേര് തോമസ് കെ തോമസ്. ഞാൻ മുൻ കുട്ടനാട് MLA ആണ്. അപ്പം വർക്കിംഗ് പ്രസിഡന്റ് രാജൻ മാസ്റ്റർ, ഓക്കെ, വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ്, അതുപോലെ ട്രഷറർ PJ കുഞ്ഞുമോൻ, മന്ത്രി AK ശശീന്ദ്രൻ, ഓക്കെ, ഞാനീ പറഞ്ഞ സീനിയർ നേതാവ് വർക്കല രവികുമാർ, അതുപോലെ തന്നെ ഏകദേശം 8ഓളം ജനറൽ സെക്രട്ടറിമാർ, വർക്കിംഗ് ജില്ലാ പ്രസിഡന്റുമാർ 12 പേര്. അപ്പോൾ 10 പേര് തിരഞ്ഞെടുക്കപ്പെട്ടതും 2 പേര് നോമിനേറ്റ് ചെയ്തവർ. ഇത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്, തിരുവനന്തപുരം പ്രസിഡന്റാണ് അതിൻ്റെ അടുത്ത വശത്തിരിക്കുന്നത്. അങ്ങനെ 12 പേർ. അതുപോലെ ബഹുഭൂരിപക്ഷം സെക്രട്ടറിമാർ, പോഷക സംഘടനാ നേതാക്കന്മാരെല്ലാം ഞങ്ങളോട് നിൽക്കുകയാണ്. ഞങ്ങൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു പിളർപ്പൊന്നുമില്ല, ചില 2-3 പേരൊന്ന് പൊഴിഞ്ഞു പോയെന്നേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇതിന്
അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. പിളർപ്പില്ല. കാരണം അവർ 2-3 പേരവിടെ നിൽക്കുന്നു. ഒന്ന്, PC ചാക്കോയ്ക്ക് കേരളവുമായിട്ട് ഒരു ബന്ധവുമില്ല. അദ്ദേഹം ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ് ശരത് പവാറിൻ്റെ. കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞു. എന്നെ ഔദ്യോഗികമായിട്ട് 14 ജില്ലാ പ്രസിഡന്റുമാരും 15 സെക്രട്ടറിമാരും മറ്റ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും ട്രഷററും വൈസ് പ്രസിഡന്റും അതുപോലെ മറ്റുള്ള ആൾക്കാരും കൂടെ ചേർന്ന് 38 പേരുടെ മീറ്റിങ്ങിൽ ഐക്യകണ്ഠേന എന്നാൽ യുനാനിമസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് ഞാൻ. അങ്ങനെയാണ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. ആ പ്രസിഡന്റിനെ മാറ്റിയിരിക്കുകയാണ്. ആരാ മാറ്റിയത്? ചാക്കോ ചെന്ന് പവാർജിയോട് പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ ഒരു ലെറ്റർ വന്നിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന്. ആ ലെറ്റർ എന്നാണെന്ന് പോലും ആർക്കും മനസ്സിലായിട്ട് ഇതുവരെ. കാരണം ആ ലെറ്റർ രാജീവ് ഝാ എന്ന് പറയുന്ന ഒരാളാണ് സൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ലെറ്റർ തന്നിരിക്കുന്നത് ശരത് പവാറാണ്. അപ്പോൾ ആ വിഷയങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. രണ്ടാമത്തെ ഞങ്ങളുടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ മാറ്റുന്നത് നൂലെ കെട്ടി കൊണ്ടുവന്ന ഒരു പ്രസിഡന്റിനെ ഇറക്കിയിട്ടല്ല. കാരണം എന്താണ് ഈ പ്രസിഡന്റിനെ മാറ്റാൻ കാരണം? ഞങ്ങൾ 1,45,00,000 രൂപയോളം പിരിച്ചെടുത്തു. ആ കാശ് ഇരിക്കുന്നത് ശരിക്കും സംസ്ഥാന ട്രഷറിൻ്റെ അടുക്കലും PC ചാക്കോ എന്ന അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. 45 ലക്ഷം രൂപ മുടക്കി എറണാകുളത്തെ ഒരു ബിൽഡിങ്ങിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആ ബിൽഡിംഗ് ഓണറും PC ചാക്കോയും തമ്മിൽ പിണങ്ങി. അത് PC ചാക്കോ എന്ന് വെച്ച് പറഞ്ഞു, എൻ്റെ പൈസ എനിക്ക് തിരിച്ചു പോകണമെന്ന്. അയാൾ പറഞ്ഞ് തരാനൊക്കത്തില്ല. ആരാണ് നിലവിലെ പ്രസിഡന്റ്? ആ പ്രസിഡന്റിനും ട്രഷറർക്കും മാത്രമേ പൈസ കൊടുക്കാൻ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം നേരെ ബോംബെയിലോ ഡൽഹിയിലോ ചെന്ന് അവിടുന്ന് ലെറ്റർ ഉണ്ടാക്കിക്കൊണ്ട് വന്നാണ് പ്രസിഡന്റിനെ മാറ്റിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ 45 ലക്ഷം രൂപ അടിച്ചു മാറ്റണം. അത് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പം ഞാൻ മാതൃഭൂമി ചാനലുകാരൻ എൻ്റെ അടുക്ക വന്ന് നിൽക്കുമ്പോൾ ഈ ബിൽഡിംഗ് ഓണർ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുക. മാതൃഭൂമി ചാനൽ ഇപ്പോൾ ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങളുടെ എറണാകുളം ബ്യൂറോയിൽ ചോദിച്ചാൽ മതി. അവർ വ്യക്തമായിട്ട് കേട്ടു. വളരെ മോശമായ രീതിയിലുള്ള ഒരു സംസാരമാണ് PC ചാക്കോ ആ ബിൽഡിംഗ് ഓണറൊക്കെ നടത്തിയത്. അയാളെ വളരെ മോശമായ രീതിയിൽ അസഭ്യങ്ങൾ പറഞ്ഞു. ഇത് അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞതാണ്. അപ്പം PC ചാക്കോ പറഞ്ഞ് അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കൊന്ന് തരാമോ എന്ന് പറഞ്ഞ്, സാറ് തരാം, പക്ഷേ സാർ ആർക്കും കൊടുക്കരുത്. അപ്പം എനിക്ക് തന്നാൽ ഞാൻ മാധ്യമങ്ങൾക്ക് കൊടുക്കും, ഒരു സംശയമില്ല. കാരണം ഇത് തരുന്നത് എന്തിനാ? ജനത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കിങ്ങനെ പൈസ അദ്ദേഹവുമായിട്ടൊരു ഇതുണ്ട്, ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിക്കുന്നിടം വരെയും മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഈ പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റിയത്. ഇങ്ങനെ തരം താണ രീതിയിൽ 45 ലക്ഷം രൂപ ആ ബിൽഡിംഗ് ഓണർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കവിയറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം. ഈ ബിൽഡിംഗ് ഓണർ ജില്ലാ കോടതിയിലെ ഹൈക്കോടതിയിലെ മുനിസിപ്പൽ കോടതിയാണ്, സെക്ഷൻസ് കോടതിയിലെ കവിയറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ പേപ്പറും തന്നിട്ടുണ്ട്. അപ്പം ഓഫീസ് ബിൽഡിങ്ങിന് അഡ്വാൻസ് കൊടുത്താണ്, പറഞ്ഞാൽ ഡിപ്പോസിറ്റ് കൊടുത്താണ് 45 ലക്ഷം രൂപ. 1,48,00,000 രൂപ പിരിച്ചെടുത്തത് മുഴുവൻ പാർട്ടി ഫണ്ട് എവിടെയാണെന്ന് ഇതുവരെ ഒരു പിടിയില്ല. അതിനോടൊപ്പമാണ് ഈ 45 ലക്ഷം രൂപ ചാക്കോയുടെ അക്കൗണ്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ബിൽഡിംഗ് ഓണറെ വിളിച്ച് അദ്ദേഹവുമായിട്ട് ബിൽഡിംഗ് ഓണറുമായിട്ട് വളരെ വിഷയമുണ്ടായി. അപ്പം ബിൽഡിംഗ് ഓണർ വെച്ചൊരു നിബന്ധന, ആരാണ് ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ്? അത് തോമസ് കെ തോമസ് ആണെങ്കിൽ തോമസ് കെ തോമസിൻ്റെ പേരിലും അതുപോലെ ട്രഷറർ PJ കുഞ്ഞുവിൻ്റെ പേരിലും കൊടുക്കത്തുള്ളെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രസിഡന്റിനെ മാറ്റുക. അതിനുവേണ്ടി ഡൽഹി പോയി പുതിയ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. ലെറ്ററിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയാണോ പ്രസിഡന്റിനെ മാറ്റുന്നത്? ഇത് എന്ത് പാർട്ടിയാണ്? നമുക്കത് മനസ്സിലാകുന്നില്ല. എന്ന് ചാക്കോ NCPയിൽ വന്നോ അന്ന് മുതൽ NCPയുടെ കഷ്ടകാലമാണ്. അത് അദ്ദേഹം റിസൈൻ ചെയ്തപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് എല്ലാവരും ജീവൻ വേണതാണ്. അദ്ദേഹം ഇവിടുന്ന് പോയി ദേശീയ നേതൃത്വമായിട്ട് ഞങ്ങൾ പവാർജിയോട് പറഞ്ഞു, അദ്ദേഹത്തെ ദേശീയ നേതൃത്വത്തിൽ ഉപയോഗിച്ചോളൂ, ഇങ്ങോട്ട് വിടണ്ട. പക്ഷെ ഇവിടെ വിടത്തില്ല പുള്ളി. കാരണം സാമ്പത്തികം മുഴുവൻ ഇവിടെയാണല്ലോ കറങ്ങി നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, 2021 ഈ പാർട്ടി അധികാരത്തിൽ വന്ന് 1-2 MLA മാരുണ്ട്. ആ MLA ഒരാൾ മന്ത്രിയായി, ഒരാൾ പാർലമെന്ററി പാർട്ടി ലീഡറായി.
ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. ബോർഡായാലും കോർപ്പറേഷനായാലും അതുപോലെ PSC മെമ്പറായാലും ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചു. ഈ സമയം എല്ലാം ചാക്കോ തക്കത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇതിനൊക്കെ വ്യക്തമായ തെളിവുകൊണ്ട് ഇതിനൊക്കെ കേസ് നിലനിൽക്കുന്നുണ്ട്. എന്നെ മുഹമ്മദ് കുട്ടിയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. PSC മെമ്പറിനെ അപ്പോയിന്റ് ചെയ്തതിന് കോടിക്കണക്കിന് രൂപ ഇവരെല്ലാം തിരിമറി നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നുമല്ല ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ്. മെയിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മറ്റുള്ള അംഗങ്ങളും ആരോടും പറയാതെ ഒരാളെ കൊണ്ടുവന്ന് സംസ്ഥാന പ്രസിഡന്റാക്കി. അതാണ് വിഷയം. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം കൂടിയപ്പോൾ കഴിഞ്ഞ മാസം 29-ാം തീയതി ഞങ്ങൾ മീറ്റിംഗ് കൂടിയപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, ഒരു വ്യക്തിയോടും പറയാതാണ് ഒരു പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്തത്. അതെന്തൊരു ജനാധിപത്യമാണ്? അത് ഏത് രീതിയിലാണ് നോക്കുന്നത്? അത് ഞാൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ഇതിങ്ങനല്ല നിങ്ങൾ ഒരു സംസ്ഥാന പ്രസിഡന്റ് മാറ്റേണ്ടത്. ഒരു മാറ്റണമെന്നുണ്ടെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാരെ വിളിക്കണം, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ വിളിക്കണം, സെക്രട്ടറിമാരെ വിളിക്കണം, മറ്റുള്ള അംഗങ്ങളെ വിളിക്കണം, അവരോട് ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ കൂടെ അഭിപ്രായം എടുത്തിട്ട് മാറ്റിക്കോ. ഞങ്ങൾക്ക് അതിനകത്ത് ആർക്കും വിരോധമുള്ളത് അങ്ങനെ ചെയ്യണം. അതല്ലാതെ PC ചാക്കോയ്ക്ക് ഇഷ്ടത്തിന് തുള്ളുന്ന ഒരാളെ കൊണ്ടുവന്ന് സംസ്ഥാന പ്രസിഡന്റാക്കി വെച്ചിട്ട് അദ്ദേഹം ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1,48,00,000 രൂപ ചാക്കോടയിലാവുള്ളൂ. പിന്നെ അദ്ദേഹം ഇപ്പം പറയുന്നത് AK ശശീന്ദ്രനെ അദ്ദേഹം വിമർശിക്കുകയാണ്. എങ്ങനെ വിമർശിക്കുന്നറിയോ? അദ്ദേഹം പറയുന്നത് AK ശശീന്ദ്രൻ മാറി അവിടെ നിന്നിരുന്നെങ്കിൽ, വേറൊരാളെ നിന്നിരുന്നെങ്കിൽ എലത്തൂര് ജയിച്ചേന. അതാരാ പറയുന്നത്? PC ചാക്കോ. ഞാൻ PC ചാക്കോയുടെ ഒറ്റ ചോദ്യമേ നമുക്ക് ചോദിക്കാനായിട്ടുള്ളൂ. അദ്ദേഹം ശരിക്കും തൃശ്ശൂർ MP ആയിരുന്നു. തൃശ്ശൂർ 2014 തൃശ്ശൂർ MP ആയിട്ട് നിൽക്കെ അദ്ദേഹം വീണ്ടും മത്സരിക്കാനായിട്ട് മടി കാണിച്ചിട്ട് അദ്ദേഹം ചാലക്കുടിയിലേക്ക് വന്നു. ചാലക്കുടി MLA 70,000 വോട്ടിന് ജയിച്ച ധനപാലനാണ് ചാലക്കുടി MP. അദ്ദേഹത്തെ മാറ്റിയിട്ട് PC ചാക്കോ അവിടെ വന്നു മത്സരിച്ചു. ചാലക്കുടിയിലെ ആരോടാ തോറ്റ? ഇന്നസെന്റിനോട് തോറ്റുപോയി. എന്നാൽ ഇന്നസെന്റിനെ അദ്ദേഹം വിളിച്ച പേരെന്നാ കോമാളി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കി. ആ ഇന്നസെന്റിനോട് 14,000 വോട്ടിന് ചാക്കോ തോറ്റു. 70,000 വോട്ടിന് ധനപാലൻ ജയിച്ചെടുത്ത് ധനപാലനെ നശിപ്പിച്ചു. അദ്ദേഹം തൃശ്ശൂർ ധനപാലനും തോറ്റു. CPIയുടെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു. ചാലക്കുടിയിൽ ചാക്കോ ഇന്നസെന്റിനോട് പരാജയപ്പെട്ടു. 2 സീറ്റ്. ഈ നഷ്ടപ്പെടുത്തിയ ചാക്കോയാണ് ശശീന്ദ്രനെ വിമർശിക്കുന്നത്. ശശീന്ദ്രൻ മാറി നിന്ന് മത്സരിച്ചിരുന്നെങ്കിൽ അങ്ങ് ജയിച്ചേനമായിരുന്നെന്നാണ്. കേരളത്തിൽ ഒരു UDF തരംഗമുണ്ടായി. അങ്ങനെ ഒരു സംവിധാനത്തിൽ ആരെല്ലാം എവിടെല്ലാം മത്സരിച്ചോ ഒരുപാട് പേര് പരാജയപ്പെട്ടു, ഒരുപാട് പേര് ജയിച്ചു. ഇതൊക്കെ സാധാരണ രാഷ്ട്രീയത്തിലെ ഒരു സാധാരണ വിഷയങ്ങളാണത്. ഒരിക്കലും നമ്മളിങ്ങനെ ആരെയും വിമർശിക്കാൻ പാടില്ല. അങ്ങനല്ല വിമർശിക്കേണ്ടത്. അപ്പം അദ്ദേഹത്തിന് ശശീന്ദ്രനോട് വൈരാഗ്യം തോന്നിയപ്പോൾ ഏതൊക്കെ രീതിയിൽ ശശീന്ദ്രനെ താറടിക്കാമോ ആ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ NCP SP എന്ന് പറയുന്ന പാർട്ടി ഒരു പോക്കറ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ അങ്ങനെ പാർട്ടിയില്ല, ഒരു പോക്കറ്റ് പാർട്ടിയാണ്. ഇപ്പം ചാക്കോ ഇപ്പോൾ എന്തിനാ പാർട്ടിയും കൊണ്ട് നടക്കുന്നത് അറിയാമോ? ഇപ്പം ശരത് പവാർ നാളെ കോൺഗ്രസിൽ പോയാൽ ചാക്കോ ശരത് പവാറിനോട് കോൺഗ്രസിൽ പോകും. ശരത് പവാർ നാളെ NDA പോയാൽ ചാക്കോ ശരത് പവാറിനോട് NDA പോകും. എങ്ങോട്ട് പോകണമെങ്കിലും അദ്ദേഹത്തിന് പോകാം. കാരണം അദ്ദേഹത്തിന് പോക്കറ്റിൽ ഇരിക്കുന്ന പാർട്ടിയെ പ്രത്യേകിച്ച് ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ. ഇവിടുത്തെ വിഷയം അതാണ്. അപ്പം ഞാൻ പറയുന്നത് ശശീന്ദ്രനെ അദ്ദേഹം കളിയാക്കുകയും ചോദ്യം ചെയ്ത രീതികൾ തെറ്റാണ്. ആദ്യം സ്വന്തം നില നോക്കണം. എവിടെയാണ് ചാക്കോ ഒരു പ്രാവശ്യം നിന്ന് ജയിച്ചിട്ട് വേറൊരു പ്രാവശ്യം കൂടെ മത്സരിച്ചത്? എങ്ങും മത്സരിക്കത്തില്ല. ചാക്കോ ഒരു പ്രാവശ്യം നിന്ന് എവിടെങ്കിലും ജയിച്ചിട്ടും അടുത്ത പ്രാവശ്യം കൂടെ നിന്ന് ധൈര്യമായി പരാജയപ്പെടും. ചാക്കോ സിറ്റിംഗ് MP ആണ് തൃശ്ശൂര്. എന്താ തൃശ്ശൂരിൽ നിന്ന് ഓടിയത്? അവിടെ നിന്ന് പരാജയപ്പെട്ടു പോകും. എന്നിട്ട് ചാലക്കുടി വന്നിട്ട് രക്ഷപ്പെട്ടോ? ഇല്ല, അവിടെയും ദയനീയമായി പരാജയപ്പെട്ടു. എന്നിട്ട് ആ ചാക്കോ ശശീന്ദ്രനെ ന്യായം വിധിക്കുന്ന രീതിയിലേക്കുള്ള രീതി തെറ്റാണ്. അതിന് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം പറഞ്ഞു കിടക്കുന്നത് ചാക്കോ പറയുന്നത് ഡെയിലി എല്ലാ മീറ്റിംഗും പറഞ്ഞാൽ ഞങ്ങൾ LDFന്റെ ഭാഗമാണെന്ന് പറയുന്നത്. LDFന്റെ ഭാഗം അവരൊന്നുമല്ല. LDFന്റെ ഭാഗം തോമസ് AK ശശീന്ദ്രനുമാണ്. ഞങ്ങളാണ് NCP. ഞങ്ങൾ 1980 മുതൽ LDFന്റെ ഭാഗമാണ്. ഞങ്ങൾ ആ ലെവലിൽ തന്നെ നിൽക്കുന്നത്. ഒരു മാറ്റവും അതിനകത്ത് ഉണ്ടാകത്തില്ല. LDF യോഗം തീരുമാനിച്ച് ഞങ്ങളെ അറിയിക്കുമല്ലോ ഔദ്യോഗികമായിട്ട്. അവർ LDF യോഗം എപ്പം കൂടുന്നുണ്ട് അന്നപ്പം ഞങ്ങളെ അറിയിക്കും. മേടിച്ചെന്നുള്ളതിൻ്റെ തെളിവുണ്ടല്ലോ. കേസ് ഇപ്പോഴും കോടതിയിരിപ്പുണ്ട്. മുഹമ്മദ് കുട്ടിയോട് ചോദിച്ചാൽ മതി. ആ കേസ് ഇപ്പോഴും നിലവിലുണ്ട്. പാർട്ടി ഞാൻ കഴിഞ്ഞതല്ലേ ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ പാർട്ടിക്കകത്തല്ലേ എതിർക്കാനൊക്കത്തുള്ളൂ. അല്ല, എങ്ങനെ നമ്മൾ എതിർക്കേണ്ട ദേശീയ നേതൃത്വമല്ലേ? അതല്ല, ഞങ്ങൾ പാർട്ടിക്കകത്തല്ലേ, ഞങ്ങൾക്ക് വളയത്തിൽ നിന്നല്ലേ ചാടാനൊക്കത്തുള്ളൂ. ഞങ്ങൾക്ക് വെളി വരാനൊക്കത്തില്ല. അതിൽ പിന്നെ MLA സാറിന് രാജിവെക്കണ്ടേ? പിന്നെ രണ്ടാമത് ഈ NCP എന്ന പാർട്ടി ശരിക്കും LDFിൽ വന്ന എപ്പോഴാണ്?
ആദ്യത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ഇറക്കി വിട്ടല്ലോ, LDF ഇറക്കി വിട്ട് ഞങ്ങൾ വെളിയിലായിരുന്നു. അതിനുശേഷം NCP എന്ന പാർട്ടി LDF വന്ന എത്ര പേർക്കറിയാം? ആർക്കും അറിയത്തില്ല. അത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചോദിച്ചാൽ മതി. സഖാവ് പിണറായി വിജയനോട് ചോദിക്കണം. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പം 2008 അദ്ദേഹം കുവൈറ്റിൽ വിസിറ്റ് നടത്തി. അന്ന് ഞങ്ങൾ LDF അല്ല UDF അല്ല, വെളിയിൽ നിൽക്കുക. ഓക്കെ, ഒരു പാർട്ടിയിലും അല്ല. തോമസ് ചാണ്ടി അന്ന് മത്സരിച്ച് ജയിച്ച UDF സ്ഥാനാർത്ഥിയായിട്ടാണ് കുട്ടനാട്ടിൽ നിന്ന് മത്സരിച്ചത്. ഇദ്ദേഹം അത് കഴിഞ്ഞ് ഇവര് LDF വന്ന് ചേർന്നപ്പോൾ LDF ഇവരെ എടുത്തില്ല, ഇവരെ മാറ്റി നിർത്തി. അപ്പം അതനുസരിച്ച് 2008 കുവൈറ്റിൽ വന്നപ്പോൾ തോമസ് ചാണ്ടിയും ഞാനും കൂടെ നേരിട്ട് പോയി സഖാവ് പിണറായി വിജയനെ കണ്ട് ഈ വിഷയങ്ങൾ സംസാരിച്ച് ഞങ്ങൾക്ക് LDF വന്നാൽ കൊള്ളാം, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പാർട്ടി LDF വരുന്നത്. അന്ന് 2009 പാർട്ടി വരുന്നത്. അങ്ങനെയാണ് വന്നത്. ഇതിനകത്തെങ്ങും ആരുടെ ഒരു റോളും ഇല്ല, ഒരു കേന്ദ്ര നേതൃത്വത്തിൻ്റെ റോളും ഇല്ല. തോമസ് ചാണ്ടിയും സഖാവ് പിണറായി വിജയനുമായിട്ടുള്ള നേരിട്ടുള്ള ഇടപെടൽ അതിന് ഏക സാക്ഷി എന്ന് പറയുന്നത് തോമസ് കെ തോമസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ വരുന്നത്. അതിനുശേഷമാണ് ഇങ്ങോട്ട് ഈ ജൈത്യയാത്ര തുടങ്ങുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ LDFിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. LDF വിട്ട് വേറെ ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ഒരു പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും തോമസ് കെ തോമസോ AK ശശീന്ദ്രനോ UDFുമായിട്ടോ BJP ആയിട്ടോ സംസാരിച്ചതായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇവരെക്കുറിച്ച് ഡെയിലിയല്ലേ വരുന്നത്. NDAയിലേക്ക് പോകാൻ പോകുന്നു, 5 MPമാർ ചാടാൻ പോകുന്നു, ഓരോ ദിവസങ്ങൾ. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയം ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ LDFിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കാൻ ആ ലെവലിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ. ഈ വിഷയം നിങ്ങളെ ധരിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്. അല്ല, PM സുരേഷ് ബാബു തന്നെ മെനിഞ്ഞാന്ന് ഈ NCPയിലോട്ട് വന്ന ആളല്ലേ. PM സുരേഷ് ബാബു അങ്ങനെ ഒരു അവിഭാജ്യ ഘടകമൊന്നുമല്ലോ NCPയുടെ. ആ രീതിയിൽ പറയാനായിട്ട്. രണ്ടാമത് ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ ഈ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ നിന്ന് മത്സരിച്ചത് ശരിക്കും സുപ്രിയ സുലെയും അതുപോലെ തന്നെ അജിത് പവാറിൻ്റെ സുരേന്ദ്ര പവാറുമാണ് മത്സരിച്ചത്. അവർ തമ്മിലായിരുന്നു. NDAക്ക് വേണ്ടി സുരേന്ദ്ര പവാറും UPAക്ക് വേണ്ടിയിട്ട് സുപ്രിയ സുലെയും. ഇന്ത്യ ടീമിന് വേണ്ടി സുപ്രിയ സുലെയാണ് മത്സരിച്ചത്. 1.5 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. ഇതേ ടീം തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക്, ബൈ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് സുരേന്ദ്ര പവാറിന് സപ്പോർട്ടുമായിട്ട് ഇവർ രംഗത്തിറങ്ങി. ആ വിഷയം ഞാൻ ചോദിച്ചു, ലെറ്റർ അയച്ചിട്ടുണ്ട്, അതിൻ്റെ എല്ലാം പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ പ്രൂഫ് വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്. മാഡം ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ LDF സംസാരിക്കണം, ഞങ്ങൾക്ക് വിഷയമാണ്. പല ചോദ്യങ്ങൾക്കും പല ഘടകകക്ഷികളുടെ ചോദ്യങ്ങൾക്കും മറുപടിയില്ല. അതുകൊണ്ട് ക്ലോക്ക് ചിഹ്നത്തിൽ അവർ മത്സരിച്ചു. ശരത് പവാറിൻ്റെ ആൾക്കാർ ക്ലോക്ക് ചിഹ്നത്തിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. അതിനോടൊപ്പം പരസ്യമായിട്ട് സുരേന്ദ്ര പവാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ വെളിയിലിറങ്ങി. ഇതൊക്കെ വലിയ വിഷയമാണ് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം ഞങ്ങളുടെ നേതാവ് വർക്കല പറഞ്ഞല്ലോ, ഞങ്ങൾ മതേതര പാർട്ടിയാണ്, ഞങ്ങൾ BJPക്ക് എതിരായിട്ട് നിൽക്കുന്നവരാണ്, വളരെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഇതിനൊക്കെ ഞങ്ങൾ മറുപടി ചോദിച്ചു അവരോട്. നിങ്ങൾ മറുപടി തരണം. നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ല, തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും ഒരു മറുപടിയില്ല. അപ്പം അതിന് മറുപടി തന്നത് സ്റ്റേറ്റ് പ്രസിഡന്റിനെ മാറ്റിക്കൊണ്ടാണ് മറുപടി തന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് അവർ ആ ലെവലിലാണെന്ന്, പിന്നെ അങ്ങനെ അങ്ങ് പോട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഈ 11-ാം തീയതി ഞങ്ങളുടെ മീറ്റിംഗ് കൂടുകയാണ്. ഭാവി പരിപാടി ഞങ്ങൾ അവിടെ വെച്ച് തീരുമാനിക്കും. ആ തീരുമാനം അന്തിമമായിരിക്കും. അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ പറഞ്ഞത് ഇതേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഈ NCP SP എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പാർട്ടിയല്ല. നമ്പർ 1 അതാണ് മെയിൻ. 2, ഇവർ ഓരോ ദിവസവും BJPയുമായിട്ടും NDAയുമായിട്ടും അടുക്കുന്ന ഒരു രീതികൾ ശരിയല്ല. അതിൻ്റെ പ്രൂഫാണ് പറയുന്നത്. ക്ലോക്ക് ചിഹ്നത്തിൽ ഇവരുടെ സ്ഥാനാർത്ഥികളെ മത്സരിച്ചു. 2, സുരേന്ദ്ര പവാറിനെ അവർ ഓപ്പണായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എല്ലാ ദിവസവും വരുന്ന ദൃശ്യ മാധ്യമ വാർത്തകൾ ശരത് പവാർ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടാണ് പറയുന്നത്. ഇതെല്ലാം കൂടെ ഞങ്ങളെ സംശയം ഉടലെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സംശയമുണ്ട്, എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. സംഭവിച്ചു കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ചോദിച്ചല്ലോ, അന്ന് അഭിജിത് ചാക്കോ പൈസ മടിച്ചപ്പോൾ നിങ്ങൾ എതിർത്തോന്ന് ചോദിച്ചില്ലേ?
അപ്പോൾ ശരിയാണ്, ഞങ്ങൾ പാർട്ടിക്കകത്ത് വളരെ ശക്തമായിട്ട് ഈ വിഷയം എതിർത്തവരാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പാർട്ടിയിലെല്ലാം പുറത്തു നിന്നാണ് എതിർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ വിഷയം ഇതാണ്, ഒരു കാരണവശാലും ഇത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകും. NCPS എന്ന് പറയുന്ന സംഘടനയായിട്ട് തന്നെ മുന്നോട്ട് പോകും. NCPS ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ നിൽക്കാൻ അവകാശമില്ല എന്ന് പറയാനായിട്ട് ഒരു വ്യക്തിക്കും അവകാശമില്ല. അത് ഞങ്ങൾക്കുള്ള അവകാശമാണ്. ഞങ്ങളാണ് ഒറിജിനൽ NCPക്കാർ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, NCP എന്നുള്ള പാർട്ടി എങ്ങനെയാണ് LDFിൽ വന്നത്, എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഞങ്ങളുടെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ മന്ത്രി എന്ന് പറയുന്നത്, ഞങ്ങളുടെ മുൻ മന്ത്രി ശശീന്ദ്രൻ എന്ന് പറയുന്നത് NCPയുടെ മുഖമാണ്. ഓക്കെ, ഒരു ചെറിയ ആളൊന്നുമല്ല. അദ്ദേഹം വളരെ സമുന്നതനായ ഒരു നേതാവാണ്. അദ്ദേഹത്തെ ഒന്നും ഇരുത്തിക്കെട്ടി അദ്ദേഹത്തെ ഒന്നും താറടിച്ച് സംസാരിക്കാനുള്ള ഒരു യോഗ്യതയും PC ചാക്കോയ്ക്കില്ല. അത് ഞങ്ങളോട്ട് അംഗീകരിക്കത്തില്ല. അതിന് വ്യക്തമായ മറുപടി കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ക്ലിയറാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അല്ല, കേന്ദ്ര നേതൃത്വമാണ് പോകുന്നത്. അപ്പോൾ അതിനോട് PC ചാക്കോയും പോകുന്ന പറഞ്ഞു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പോക്കറ്റ് പാർട്ടിയായിട്ട് ഈ പാർട്ടിയെ കൊണ്ടു നടക്കുന്നത്. ഞങ്ങളാണല്ലോ, ഒപ്പമായിരിക്കുന്നല്ലോ, ഞങ്ങൾ LDFിൽ ഉള്ളവരല്ലേ. പിന്നെ മാറ്റമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ ഏത് രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുള്ള വ്യക്തമായിട്ടുള്ള ആ ഒരു കാര്യം ഞങ്ങളിവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പ്രസ് റിലീസ് ഞങ്ങൾ തന്നിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് തരാം ഇതിൻ്റെ കോപ്പി. അപ്പം ഞങ്ങളുടെ വിഷയം ഇത് തന്നെയാണ്. ഞങ്ങൾ LDFിനോടൊപ്പമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അതെങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ന്യൂസുകൾ വരുമ്പോൾ പിന്നെ മറ്റുള്ള ആൾക്കാരെ എങ്ങനെ LDFിൽ എടുക്കാൻ ഒക്കുന്ന കാര്യമല്ലല്ലോ, ഒരിക്കലും പറ്റത്തില്ല. LDFിന് അതിൻ്റെതായ ഒരു പോളിസിയും അതിൻ്റെതായ രീതികളും ഉണ്ട്. ആ രീതിയിൽ LDF മുന്നോട്ട് പോകുന്നു. ആ വിഷയങ്ങൾ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്.